ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ രാവിലെ അന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പം മോളെ സ്കൂളിലേക്ക് ആക്കും വേണം, ഫീസൊക്കെ കിട്ടും വേണം, പിന്നെ വീട്ടിലൊരു ഫങ്ഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ പുറപ്പെട്ടതാണ്. അപ്പം ഞങ്ങൾ താമസിക്കുന്നത് കേരളത്തിലാണ്. അപ്പം മോളെ അവിടെ ചേർത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ പഠിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയ്യന്നി തമിഴ്നാട്ടിൽ കയ്യന്നി സ്കൂളിലാണ് കേട്ടോ മോളെ ചേർത്തിയിട്ടുള്ളത്. അപ്പോൾ 1-ാം തീയതി സ്കൂൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പ്ലെയിൻസിലൊക്കെ ചൂട് കാരണം സ്കൂൾ 4-ാം തീയതിയാണ് തുറന്നത്. അപ്പോൾ മോൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ തുറന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് സ്കൂൾ തുറക്കണമെന്ന്. സ്കൂൾ ഒഴിവാക്കാൻ പറ്റില്ല, ഫംഗ്ഷനും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അതിന് പോകണ്ട പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ അവൾ. അപ്പോൾ ഞങ്ങളങ്ങനെ ഫീസൊക്കെ കെട്ടി അവിടെ മോളെ കാത്തുനിന്നു. അപ്പോൾ അവർ ഓട്ടോ വിളിച്ച് വന്ന് ഞങ്ങളങ്ങനെ ഓട്ടോയിൽ വന്നു കേട്ടോ. അപ്പം അമ്മായി കയറി വരുന്ന സമയമാണ് കേട്ടോ അത്, രാവിലെ 10 മണിക്ക്. അപ്പോൾ അവിടെ പന്തലും കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് ഞങ്ങളെ മുത്തമ്മേൻ്റെ മക്കൾ തന്നെയാണ് കേട്ടോ. മുത്തമ്മേൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ നാത്തൂൻ്റെ ആങ്ങളമാർ കേട്ടോ. അപ്പോൾ അമ്മായി മുത്തമ്മ അവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ഇതാണ് കാക്ക താത്തയ്ക്ക്, അവരൊക്കെ താത്തയ്ക്ക് ഹെൽപ്പിങ് നിൽക്കുകയാണ്. താത്തല്ല അമ്മ ഹെൽപ്പിന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി ചെറിയ ചെറിയ പണികളൊക്കെ എടുത്തു. പിന്നെ 10-12 മണിയായപ്പോഴൊക്കെ അവർ വന്നു കേട്ടോ. മുട്ടായി കൊടുക്കലാണ് കേട്ടോ, നിൽക്കാവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൊടുക്കുകയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കയറി ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ചെക്കൻ്റെ വീട് വന്നിട്ട് ഗൂഡല്ലൂരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പരിപാടിയിൽ മരുമക്കളായിട്ട് ആരും ഇല്ല കേട്ടോ. അവർക്കൊക്കെ ഓരോ പണിയും കാര്യങ്ങളാണ്. ഒരാൾ ഗൾഫിൽ, പിന്നെ 2 ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ദിവസം ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല പറഞ്ഞിട്ട് അവരാരും വന്നിട്ടില്ല. പിന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് മോനക്കും എക്സാം ഉണ്ടായിരുന്നു. മോൻ എക്സാം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ രാവിലെ ഒന്നും ഒരു പണിക്കും ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കസാലയും ചെയറും കൊണ്ടുപോകുമ്പോൾ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കോളേജ് വിട്ടിട്ട് എങ്ങനെ വരിക, തിന്നണ നേരത്തെ എങ്ങനെ കയറി വരിക, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിന്നതായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിലത്തെ ഏകാന്തരി അവനാണ് കേട്ടോ. അപ്പോൾ പിന്നെ വന്നിട്ടില്ലെങ്കിൽ അതും ഒരു ഇതല്ലേ. അപ്പോൾ അവന് കോളേജിൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ പേരക്കുട്ടികളിൽ ആന്തരി എന്ന് പറഞ്ഞാൽ പേരക്കുട്ടികളിലല്ലോ കേട്ടോ. പിന്നെ പേരക്കുട്ടികളെ കുട്ടികൾക്കൊക്കെ ആൺകുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പേരക്കുട്ടികളെ കൂട്ടത്തിൽ ഇവനാണ് കേട്ടോ. പിന്നെ അവർ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം അവർ ഫോട്ടോ എടുക്കാൻ ഇതിനെന്നൊക്കെ പറഞ്ഞ് പോയി. പിന്നെ എരുമാട് പോയി വരുമ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ മോള്, വലിയോള്. അപ്പോൾ എന്താ വെച്ചാൽ 4-ാം തീയതി വ്യാഴാഴ്ച 4-ാം തീയതി പിറ്റത്തെ ദിവസം ചെറിയ മോളെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഞാൻ പൊതുവേ പിന്നെ അങ്ങനെ ബർത്ത്ഡേ കാര്യങ്ങൾ ആഘോഷിക്കാനൊന്നും ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല കേട്ടോ. ഞാൻ ചെയ്യൂല. അപ്പോൾ അവൾക്ക് എല്ലാവരതും അങ്ങനെ ചെയ്തതല്ല, അപ്പോൾ അതിനൊരു സങ്കടമാവില്ലേ എന്നും പറഞ്ഞിട്ട് മോള് പോയി വരുമ്പോൾ കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ മുറിച്ചു. പിന്നെ അവള് എന്തോ എപ്പോഴും പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഉപ്പാനോടും ആങ്ങളിനോടും ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അർജൻറ്റീനൻ്റെ ജെയ്സി വാങ്ങിത്തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റീൽസ് കണ്ടപ്പോൾ അങ്ങനെ ഏട്ടത്തിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിത്തരാൻ ചാൻസ് ഉള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടോള് അങ്ങനെ അയച്ചു കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് അതും വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. ഇത് പിന്നെ നിശ്ചയത്തിന് പെണ്ണിന് ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. അത് കൊടുക്കാൻ വേണ്ടി വെച്ചാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ വൈകുന്നേരം 5:30 ബസ്സിന് പോകാമെന്നും പറഞ്ഞിട്ട് എരുമാട് വന്നതാണ്. അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ കടയിൽ. അപ്പോൾ വില ചോദിച്ചപ്പോൾ 250 രൂപയാണെന്ന് പറഞ്ഞു കേട്ടോ. 120 രൂപയ്ക്ക് വാങ്ങിയിരുന്ന സാധനം 250 പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങാതെ വന്നു കേട്ടോ. അപ്പോൾ തന്നെ ബസ്സും വന്ന് ഞങ്ങളങ്ങനെ മോള് സ്കൂട്ടിയിലപ്പോൾ ഞാനങ്ങനെ ബസ്സിൽ കയറിട്ടോ. ബസ്സിൽ ആളെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ താളൂർ ചെക്ക് പോസ്റ്റിൽ പിടിക്കും വെച്ചിട്ട് അവൾ ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഓടി പോവുകയാണ് കേട്ടോ. അപ്പം ബസ്സിൽ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ നല്ല മഴ വന്നു കേട്ടോ. മഴ നനഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് അവർ വീട്ടിലേക്ക് പോയത്. അപ്പം ബത്തേരി സ്റ്റാൻഡിൽ പോയി ഇറങ്ങുമ്പോൾ ഡോറ് തുറക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ടക്ടർ പറയുന്നുണ്ട് മേലക്കാക്കിയാൽ മതി, മേലക്കാക്കിയാൽ മതി. ഞാൻ എങ്ങനെ മേലക്കാക്കിയിട്ടും തുറക്കുന്നില്ല കേട്ടോ. അപ്പോൾ കണ്ടക്ടറോട് ഞാൻ പറഞ്ഞു തുറക്കുന്നില്ല എന്ന്. അപ്പോൾ അയാളുണ്ട് ഒരു നോട്ടം നോക്കുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ എന്താ പുറത്ത് മറ്റൊരാൾ നിന്നിട്ട് താഴേക്കാക്കുക തോന്നുന്നുണ്ട്. അപ്പോൾ ഡോറ് തുറക്കുന്നുമില്ല. അപ്പോൾ ബസ്സിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ.
എന്നാൽ അയാൾക്കാണെങ്കിൽ ഒന്ന് തുറന്ന് തന്നാൽ മതി, അയാൾ അതിട്ട് ചെയ്യണമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.